നമുക്ക് ബീറ്റ്റൂട്ട് ഒരു 150 ഗ്രാം ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഞാനത് അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് ഉപ്പും 2 പച്ചമുളകും കീറി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ, ഒരു മുറി തേങ്ങ വേണ്ട, അരമുറിയുടെ കുറച്ച് മുക്കാൽ ഭാഗം കൊടുത്താൽ മതി. എന്നിട്ട് അത് ഇച്ചിരി കടുകും ഇച്ചിരി വേപ്പിലയിട്ട് നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചിട്ട് നമുക്ക് ഈ ബീറ്റ്റൂട്ട് വെന്തതിലോട്ട് നമുക്ക് അരച്ച് ഒഴിക്കണം. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം തൈര്, കട്ടത്തൈരാണ്, അത് നമുക്ക് ആ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ബീറ്റ്റൂട്ടിലോട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ആ ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയേക്കണം ഞാൻ. അപ്പോൾ ഇതിപ്പോൾ ഓണമൊക്കെ അല്ലേ വരണേ, അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഒരു പച്ചടി കൂട്ട്. എന്നിട്ട് നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി കടുകും 2-4 വറ്റൽമുളകും ഇത്തിരി വേപ്പിലയൊക്കെ നമുക്കത് പൊട്ടിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇട്ടൊന്ന് വഴറ്റി നമുക്ക് ആ ബീറ്റ്റൂട്ടിലോട്ട് യോജിപ്പിച്ച് കഴിഞ്ഞ് നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കണേ ഈ ബീറ്റ്റൂട്ടിൻ്റെ പച്ചടി. പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യണ, ഇങ്ങനെ അരയ്ക്കണത് കൂട്ടി വേറെ ഒക്കെ അരയ്ക്കുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കണം. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റോടുകൂടി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി മൺചട്ടിയിൽ, പുതിയ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയേക്കണേ, കറിച്ചട്ടി. അപ്പോൾ നമുക്കത് ബീറ്റ്റൂട്ടിൻ്റെ പച്ചടി റെഡിയായി. ഓണത്തിൻ്റെ പച്ചടി.